അങ്കമാലിയിൽ നിന്നും വന്ന ഒരു പയ്യനുണ്ട്. കയ്യ് ഇങ്ങനെ വെച്ചാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, എനിക്ക് നൃത്തം പഠിക്കണം എന്നാണ്. ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ സാധാരണ ഒരു ചിന്ത, അന്നും വളരെ വർഷങ്ങൾ ബാക്കാണ്. അപ്പം അന്നും ഞാൻ ഇത്രമാത്രം ഒരു പ്രായോഗികമായി ഒരു ചിന്തിക്കുന്ന ആളല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അയ്യോ ഈ കുട്ടിയെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും, അതൊരു ബുദ്ധിമുട്ടല്ലേ. സാരമില്ല വന്നോളൂ, കാരണം നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ നിരക്കാത്തതായി പോകും. നാളെ നമ്മുടെ അവസ്ഥ നമുക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെ ഒരു ബുധനാഴ്ച ആ പയ്യൻ വരുന്നു, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ ഇരുന്ന കൈ, അപ്പോൾ ആ പയ്യൻ ജീവിതത്തിൽ കൈകൊണ്ടൊന്നും കഴിച്ചിട്ടില്ല, വലത്തെ കൈ കൊണ്ട്. 5 വർഷം എൻ്റെ അടുത്ത് നൃത്തം പഠിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ അരങ്ങേറ്റം ചെയ്തു. ആ പയ്യൻ്റെ അച്ഛനും അമ്മയും വന്ന് ആദ്യം എൻ്റെ കാലൊക്കെ തൊട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞായിരുന്നു, വെച്ചാൽ മാഷേ എൻ്റെ മകൻ ഒരു നൃത്തം പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തേൽ അവൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്ത്, പക്ഷെ അവൻ്റെ ആഗ്രഹത്തിന് വിട്ടാ. പക്ഷെ അത് ഇത്രയും വലിയൊരു ഗുണം ചെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം. അവൻ വലത്തെ കൈ കൊണ്ട് ഊണ് കഴിച്ചു വിട്ടോ മാഷേ എന്ന്. കാരണം പറയാം, അതിൻ്റെ ഞാനൊരു പ്രത്യേക ഓയിൽമെന്റ് ഇട്ട് തിരുമുകയോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയോ ഇതൊന്നും അല്ല ചെയ്തത്. ഇപ്പോൾ നമ്മൾ നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ, പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് മനസ്സിൽ തട്ടി. ഉദാഹരണം ഇപ്പൊ ആ പയ്യൻ തൈ ഹ തൈ ഹേ തൈ ഹ തൈ ഇങ്ങനെ ഈ ഒരു അടവ് ചെയ്യുമ്പോൾ ഈ കൈ ചെയ്യാൻ പറ്റില്ല അവന്. ഞങ്ങൾ നോർമലി 2 കൈയും വെച്ചിട്ടാണ് ഈ അടവ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവന്റെ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വിരയ്ക്കും, ഇങ്ങനെ വിരച്ച് അതുപോലെ ഇപ്പൊ ഞാനിപ്പോൾ തൈ എടുക്കുമ്പോൾ ഈ കൈ ഇങ്ങനെയാവും, അറിയാണ്ട് ഇവനെ അറിയുന്നില്ല. ഇങ്ങനെയായി ആയി ഈ കൈ ഇങ്ങനെ എത്ര എത്തി. ഈ വലത്തെ കൈ കൊണ്ട് ഊണ് കഴിച്ചു പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു ദിവസം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ്.